എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബറിൽ തന്നെ നടത്തുമെന്ന് നമ്മൾ പലയിടത്തും വാർത്തകൾ കണ്ടു. വിദ്യാർത്ഥികൾ നമ്മളോട് അത് ശരിയാണോ എന്ന് കമൻറ്റ് ബോക്സുകളിൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ വാർത്തയുടെ സത്യാവസ്ഥയാണ് ഇന്ന് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത്. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം 2024 ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബറിൽ നടത്തുന്നത് സംബന്ധിച്ച് അറിയിപ്പുകൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ അതിൻ്റെ വസ്തുത എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ DHSCയുമായി ബന്ധപ്പെടുമ്പോൾ അത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇംപ്രൂവ്മെൻ്റ് എക്സാം കഴിഞ്ഞ വർഷം തീരുമാനിച്ചതുപോലെ മാർച്ചിൽ തന്നെ നടത്തുകയുള്ളൂ. ഈ പതിവ് പോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും DHSCയും വ്യക്തമാക്കുന്നത്. സെപ്റ്റംബറിൽ നടത്തും എന്ന് പുറത്തു വരുന്ന വാർത്തകൾ വ്യാജമാണ്. ഈ വർഷം ഇംപ്രൂവ്മെൻ്റ് എക്സാം സെപ്റ്റംബറിലും ഒക്ടോബറിലും ഉണ്ടാകില്ല. പകരം നിങ്ങളുടെ +2വിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പം മാർച്ചിലേ ഉണ്ടാവുകയുള്ളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കുക. അതായത് നമ്മളെപ്പോഴും ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ടത്. നിങ്ങൾക്ക് സത്യസന്ധമായ വാർത്തകളും ഒക്കെ ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സത്യസന്ധവും നീതിയുക്തവുമായ വാർത്തകൾ മാത്രമേ ഈ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. സെപ്റ്റംബറിൽ നടത്തും എന്ന് പറയുന്ന വാർത്ത വ്യാജമാണ്. വിദ്യാഭ്യാസ വകുപ്പ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നിങ്ങളുടെ +2 പബ്ലിക് എക്സാമിനൊപ്പം മാത്രമേ ചെയ്യുകയുള്ളൂ, ഇംപ്രൂവ്മെൻ്റ് എക്സാം നടത്തുകയുള്ളൂ മാർച്ചിൽ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ DHSC വഴി, DHSC ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി വിഭാഗം കൈകാര്യം ചെയ്യുന്ന DHSC വഴി കൃത്യമായി അത് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. മാറ്റമുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലെ തീരുമാനപ്രകാരം മാർച്ചിലെ പബ്ലിക് എക്സാമിനൊപ്പമേ ഉണ്ടാകുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് സ്കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടക്, ദ ബെസ്റ്റ് കരിയർ ഗൈഡ് ആൻഡ് ഓൾസോ. താങ്ക് യു ഫോർ വാച്ചിങ്.